പെങ്ങളെ മോക്കൊന്ന് അഡ്മിഷൻ എടുക്കണമല്ലോ. ഓ പോയെട്. അല്ല നീ പോയി എടുക്കണം. പെങ്ങക്കല്ലേ അഡ്മിഷൻ, ഞാൻ പോണോ എന്തിനി? എടാ അവരെ കൊണ്ടുപോകാൻ ആരുമില്ല. അതിന് തന്തയും തള്ളയൊന്നും ഇല്ലേ, ഞാൻ തന്നെ പോണോ? ആരുമില്ല, നീ തന്നെ പോണം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീ വരുമെന്ന്. എന്തോന്ന് ഫാമിലിടാ നിന്റെ. എടാ നാട്ടിൽ നിൽക്കുന്ന നീയല്ലേ ഉള്ളൂ. നാട്ടിൽ ഞാൻ നിക്കുന്നു പറഞ്ഞു. ഒന്ന് പോയിട്ട് പെട്ടെന്ന് പോട്ടെ. ശരി, ഞാനും കയറി പോവാൻ പോണു. പിന്നെ നാട്ടിൽ നിക്കുന്ന പറഞ്ഞ എല്ലാ കാര്യത്തിനും എന്നെ വിളിപ്പ്. വേറെ തൊഴിലില്ല എനിക്ക്. പറയുന്ന പോലെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലേ. എന്തേലും ആവട്ടെ. ഹലോ ഹാഷിർ. ഹലോ. അച്ഛന് വയ്യ. ആഹാ. ഒന്ന് ആശുപത്രി കൊണ്ടുപോകണമല്ലോ. കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആരുമില്ല? വേറെ നാട്ടിൽ നീയല്ലേ ഉള്ളൂ, നീ എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് വാ. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ജോലിയിൽ ആര് പറഞ്ഞു? എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. എടാ പിന്നെ വൈഫ് പ്രഗ്നന്റ് ആണ്, ഒരു മസാല ദോശ വാങ്ങിക്കൊടുക്കണം പോകുന്ന വഴിക്ക്. എന്തൊക്കെയാടാ ഞാൻ ചെയ്തു തരാനുള്ളത് നിനക്ക്? നിന്റെ ജനിക്കാൻ പോണ കൊച്ചിനുള്ള സ്നഗ്ഗിയും കൂടെ ഞാൻ വാരിക്കൊണ്ട് ഇപ്പൊ കൊടുക്കട്ടാ. ഇനി ഓടണ്ടല്ല. ചേട്ടാ ഒരു മസാല ദോശ മൊരിഞ്ഞത് വേണോ? ചേട്ടാ മൊരിയൊന്നും വേണ്ട, മോശമായിട്ടൊക്കെ ഉണ്ടാക്കി തന്നാ. അപ്പൊ ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്നത്. അത് രണ്ട് മോശപ്പെട്ട ദോശ കൂട്ടുകാരന് വാങ്ങാൻ വന്നേ. ഓ ഫ്രണ്ടിന്റെ അച്ഛന് ദോശ വാങ്ങിക്കാൻ വന്ന. ഫ്രണ്ട് ഇവിടെ നാട്ടിലില്ല. അതായത് ഫ്രണ്ടിന്റെ അച്ഛന് വേണ്ടി വന്നല്ലേ? നീ നിന്റെ അച്ഛന് വേണ്ടി എന്തെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടാ? നീ ഇറങ്ങിയിട്ടുണ്ടോ? നീ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ നടാ മസാല ദോശ നോക്കി വാങ്ങി വല്ല തൊഴിലിന് പോടാ. അല്ലെങ്കിൽ അമ്മ ഓരോ കാര്യങ്ങൾ പുറത്തുനിന്ന് വിളിച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇവനെ പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? വേറൊരു യൂണിവേഴ്സിലെ ഞാനാണ് ഈ നിൽക്കുന്നത്. ഗൾഫിലും യൂറോപ്പിലുള്ള കൂട്ടുകാരന്മാർക്ക് വേണ്ടി നാട്ടിൽ ഇങ്ങനെ മരിച്ചു നിന്നോണം നമ്മള്.